Hi everyone, Guten Tag. Welcome back to the yet another video of Rindu and Bhagya Vlogs. സോ നമ്മൾ കുറെ ഇപ്പൊ ഒരു ഫുൾ ലെങ്ത് വ്ളോഗ് തുടങ്ങിയിട്ട് അല്ലെങ്കിൽ വ്ളോഗ് ചെയ്തിട്ട് നമ്മൾ ഫുള്ള് ഷോർട്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അത് ടൈമില്ലായിരുന്നു. അത് നമ്മൾ ഇങ്ങനെ ഫുൾ ലെങ്ത് ഒരു വ്ളോഗ് എടുക്കാൻ മാത്രമുള്ള സംഭവം ഇല്ലായിരുന്നു. അപ്പൊ നമ്മൾ മെയിൻലി ഷോർട്സ് ചെയ്ത്. അപ്പൊ ഇന്ന് നമ്മൾ എല്ലാവരും പരാതി തീർത്തും ഫുൾ ലെങ്ത് വ്ളോഗായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും എല്ലാ വീഡിയോയും പോലെ തന്നെ ഈ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ ചാനൽ ഗ്രോ ആവട്ടെ, ഒപ്പം നിങ്ങളുണ്ടാവണം. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഇവളുടെ നാട്ടിലേക്കാണ് പോകുന്നത്. 1-2 പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പൊ പോകുന്ന വഴിക്ക് കാര്യങ്ങളൊക്കെ കാണാം അല്ലേ? ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. നമ്മൾ രണ്ടുപേരും ഓക്കെ ആയിട്ടിരിക്കുന്നു. യെസ്, അപ്പം നമ്മുടെ ചില വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഫുള്ള് കാണാം. നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട്, ഓൾറെഡി ലേറ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുകയാണ്. ഉണ്ണിയപ്പം അമ്മയുടെ സ്പെഷ്യൽ. പിന്നെ അതാ കടലക്കറി, പുട്ട് എല്ലാം ഉണ്ട്. അപ്പം അതാ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. കുടിക്കുന്നത് കഷായട്ട, ചുക്ക് കാപ്പിയാണ്. ഏതാ ഒരു എക്സ്പ്രഷൻ. ഗൈസ്, നമ്മളത് ഇറങ്ങാൻ പോവാണ്. ഇന്ന് ഓഫീസിലൊന്ന് ജസ്റ്റ് ഒന്ന് കയറാണ്ട് ഒരു സാധനം മറന്നു വെച്ചിട്ടുണ്ട്. അതെടുക്കണം. അതെടുത്തിട്ട് വേണം പോകാനായിട്ട്. ഇവിടെ അടുത്ത് തന്നെയാണ്, പക്ഷെ ആ റൂട്ടല്ല നമുക്ക് പോകേണ്ടത്. ഉള്ള ഹൈലൈറ്റ് ഓൾറെഡി കുറച്ച് ലേറ്റ് ആണ്. 8:15 മണിക്ക് ഇറങ്ങാന്ന് വിചാരിച്ചാൽ. പിന്നെ എക്സാം ഉച്ചയ്ക്ക് ശേഷമാണ്. BS എക്സാം ഒക്കെ ഇപ്പഴാ വിളിക്കുന്നത്. അടുപ്പിച്ച് ഫുൾ എക്സാം റെഗുലർ ചെക്കപ്പിൽ. അപ്പൊ അത് കാണിച്ചിട്ട് വേണം പോകാൻ. വെള്ളം മറന്നു, വെള്ളം കിട്ടി. ഓക്കെ, അപ്പൊ ശരി, നമുക്കിവിടെ വി ഹാവ് റീച്ച്ഡ് ഹിയർ. ഇവിടുന്ന് ചാർജർ എടുത്തിട്ട് വേഗം ഇറങ്ങണം. ഒന്നാമത് സമയമില്ല, അതാണ്. ലിഫ്റ്റ് മേലോട്ട് പരപ്പനങ്ങാടി. ഇവിടെ റെയിൽവേ ബ്ലോക്ക് ബസ് വണ്ടിയൊക്കെ എടുത്തോളി. ഇതേ ഒരാൾ ഇത് പഠിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ഡോക്ടറെ കാണിക്കണം, എന്നിട്ട് വീട്ടിൽ പോകാം. ഓക്കെ, വി ഹാവ് ഫസ്റ്റ്ലി അറൈവ്ഡ് ദ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇനി ഇവിടുന്ന് ഇവിടെ ഒന്ന് ചെക്കപ്പ് ചെയ്യാനുണ്ട്. ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഇറങ്ങാം. ഓക്കെ, ആ മുഖത്തെ പ്രകാശം കണ്ടോ? വീടെത്തി. ഈ വീടെത്തി കഴിഞ്ഞാൽ മുഖത്തൊരു പ്രഭാവം. ആ ചിരിയിലൊരു 100 ബൾബുകൾ കത്തും. ഓക്കെ, അപ്പൊ നമ്മൾ റീച്ചായി, വീട്ടില് റീച്ചായി. വീടെത്തുമ്പോ എല്ലാവർക്കും ഒരു സന്തോഷമാണ് അല്ലേ ഗൈസ്? കമന്റ് ചെയ്ത് നിങ്ങള്. അച്ഛനില്ല തോന്നുന്നു, അമ്മ ഭരത്തുണ്ട്. അച്ഛൻ കോട്ടിലാണെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ലീവ്. ഞാൻ കണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷം നമ്മൾ മെയിൻ ടാസ്ക് ഉണ്ണിയപ്പം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യലായിരുന്നു. അമ്മ വീട്ടിലുണ്ടാക്കി ഉണ്ണിയപ്പം ആദ്യം അവളെ അമ്മയ്ക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭരത്തിന് കൊണ്ട് കൊടുത്തു. എല്ലാവർക്കും ഇഷ്ടമായി. അത്യാവശ്യം നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ട്. സാധാരണ ഇത്ര നല്ല ടേസ്റ്റ് ഉണ്ടാവാറില്ല. എത്ര നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് വർക്ക് റിലേറ്റഡ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയായി. പിന്നെ നമ്മൾ ലഞ്ച് കഴിക്കായിരുന്നു. ഹെൽത്തി ലഞ്ചായിരുന്നു. ചിക്കൻ ഉണ്ടായിരുന്നു, വെജിറ്റബിൾ കറി ഉണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, തോരൻ ഉണ്ടായിരുന്നു, എഗ് ഉണ്ടായിരുന്നു. മൊത്തത്തിൽ നല്ല രസമായിരുന്നു. പിന്നെ അവളുടെ അച്ഛനൊരു സ്പെഷ്യലായിട്ടൊരു പയറും ഇതും കൂടെ എന്താ പറയാ, പംകിനും കൂടെ ചേർത്തിട്ടുള്ളൊരു സാധനം ഉണ്ടാക്കി. അത് ലാസ്റ്റ് അങ്ങനെ അവളെ എക്സാമിനാക്കിയ ശേഷം നല്ല പൊടിമഴ ചെയ്യാൻ തുടങ്ങി. പിന്നെ എല്ലാവരും വെയിറ്റ് ചെയ്തത് പുറത്തൊരു സ്ഥലത്തേക്കായിരുന്നു. അപ്പം ഞാൻ ആ പുറത്തുള്ള ബിൽഡിംഗ് കയറി ബെഞ്ചിൽ ഇരുന്ന് ഡെസ്കിൽ തലവെച്ച് കിടന്നുറങ്ങി. ഇപ്പോൾ ഒരു നൊസ്റ്റാൾജിക് വൈബായിരുന്നു ഗവൺമെൻറ് സ്കൂളിൽ. പിന്നെ പുറത്ത് വന്നപ്പോൾ എന്തില്ലാത്തൊരു വെളിച്ചം, ഉറങ്ങണീക്കുമ്പോഴുള്ള ഒരു സംഭവം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ മഴയൊക്കെ പൊടിയാൻ തുടങ്ങി. എല്ലാവരും PSC എക്സാമൊക്കെ അധികം ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവാറ്. അപ്പോൾ എല്ലാവരും ഉച്ചയ്ക്ക് ശേഷം PSC എക്സാം എഴുതുന്നത് എല്ലാവർക്കും നല്ല ഉറക്കം വരും. ഇവരെങ്ങനെ ഈ സമയത്ത് എഴുതുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാനും കുറച്ച് ട്രൈ ചെയ്താണ്, നടക്കാതെ ഇപ്പം ഞാൻ നിർത്തിയതാ. പിന്നെ അവിടെ ഏതൊരു അമ്മയുടെ കൂടെ വന്ന കൊച്ചും അച്ഛനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എക്സാം ഒരാളിതാ എക്സാമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഒരു 2 മണിക്കൂർ കട്ട പോസ് ചെയ്യുന്നു. 2 മണിക്കൂറില്ലേ എക്സാം? 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 2 to 3:15. 1:30 കയറിയിരിക്കും ഇങ്ങനെ വെറുതെ.
അങ്ങനെ പിന്നെ എക്സാം ഒക്കെ കഴിഞ്ഞ് വരുന്നവരെ ഞാൻ പോസ്റ്റ് ചെയ്യും. കുറച്ചേരം കാറിലിരുന്നു, പിന്നെ ഉറങ്ങി. ഇത്രയും പോസ്റ്റ് ആയ ദിവസം വേറെ ഇല്ല. ഒന്നും ചെയ്യാൻ പറ്റാ, ഫോണിൽ നെറ്റും തീർന്നു, എല്ലാം ഒന്നും എടുത്തില്ല. ഫോണിൽ നെറ്റ് കഴിഞ്ഞു പോയി. പിന്നെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് കുറച്ചേരം ഇരുന്നു. പിന്നെന്താ, പിന്നെ മഴ കുറച്ചേരം ഇങ്ങനെ കണ്ടു നിന്നു. മഴ നമുക്ക് റിലാക്സ് ചെയ്തിട്ട് എവിടെയെങ്കിലും പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കുന്ന സമയം ഭയങ്കര എൻജോയബിൾ ആണ്. അല്ലാതെ നമ്മൾ തിരക്കിട്ട് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നശിച്ച മഴ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുക. അല്ലാത്ത സമയത്തൊക്കെ ഭയങ്കര എൻജോയബിൾ ആണ്. നിങ്ങളെ അഭിപ്രായം എന്താണെന്നുള്ള കമന്റ്. എന്റെ എക്സാമിന്റെ കാര്യം പറയണ്ടേ? എക്സാം പിന്നെ ഒന്നും പറയണ്ട, ബെഞ്ചന്നെ പോക്ക. ആ ബെഞ്ചിൽ കുണ്ടും കുഴിയൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കൊന്നും ബബിൾ ചെയ്യാനൊന്നും മരിക്കറ്റില്ല. പോരാത്തിന് ബെഞ്ചുകളൊന്നും ആടുക. ഞാൻ അപ്പുറത്തെ കുട്ടി എടുത്തിട്ട് എന്ത് ആട ഇത്, ഹോ വേറെ സ്ഥലത്ത് പോയിരിക്കാനൊന്നും അവര് സമ്മതിക്കില്ല. പറയണ്ട, അത് ഈ രണ്ട് കാരണം കൊണ്ടൊരു സ്വൈര്യം ഉണ്ടായിരുന്നില്ല. എക്സാം ടോട്ടലി ഇങ്ങനെ കുഴപ്പമില്ല. പിന്നെ എന്നത്തെയും പോലെ എനിക്ക് സംഭവിക്കുന്ന സമയം ഉണ്ടാവില്ല. അതൊക്കെ ഇനി മാനേജ് ചെയ്ത് ട്രാക്കിലാക്കണം. ഒരു 2-3 അറ്റംപ്റ്റ് ആയിട്ടുള്ളൂ. അവസാനത്തെ 15-10 മിനിറ്റ് നിക്കണ ഒരു കൊല്ലം എഴുതിക്കൊണ്ടിരിക്കുന്നത്, 1.5 കൊല്ലൊക്കെ എഴുതിക്കൊണ്ടിരിക്കണ മതി. അവസാനത്തെ 10-15 മിനിറ്റ് ആകുമ്പോഴേക്കും എനിക്ക് ബോധം അത് വരെ ഇങ്ങനെ അത് കുത്തിരിക്കും. സെറ്റ് ആവും. ഓക്കെ, അപ്പൊ നമ്മൾ എക്സാം കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങാണ്. ഇനി നേരെ വീട്ടിൽ പോയിട്ട് പിന്നെ കാറ് വാഷിന് കൊടുക്കണം. അവരൊന്ന് വിളിച്ചു ചോദിക്കണ്ടോ ഓപ്പൺ ആണോ, സർവീസ് ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങാം. അശോകന് ക്ഷീണാവാം. ഉണ്ണിയപ്പം എടുക്കൂ. അങ്ങത്ത് ഗൈസ്, നമ്മൾ എക്സാം ഒക്കെ കഴിഞ്ഞ് ഒന്ന് കുറച്ചേരം ഒന്ന് റെസ്റ്റ് എടുത്തു. കുറച്ച് വെട്ടം സിനിമ ഉണ്ട്, കുറച്ച് ചിരിച്ചു. അങ്ങനെ ചെറിയൊരു ചുമയുണ്ട്, ഒരു പനി മാറി ഇങ്ങനെ വരുന്നുള്ളൂ. നമ്മള് ഫാമിലി ആയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. പിന്നെ 1-2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫുഡ് പുറത്തുനിന്ന് ആക്കരുത് ഇതുവരെ ഡിസിഷൻ. നമുക്ക് ഏതായാലും ഇറങ്ങാം. അമ്മയൊക്കെ മാറ്റി വരുന്നുണ്ട്. ഓക്കേ, അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തി ഗൈസ്. നല്ല ടയർഡാണ്. യെസ്, പോണേക്ക് ചെറിയ ട്രാഫിക് ഉണ്ടായിരുന്നു. പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യാം. അത് ഒരു സർപ്രൈസ് ആണ്. നമുക്ക് കുറച്ച് നമ്മളെ വീഡിയോസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഫ്യൂച്ചറിൽ കാണാൻ പറ്റും അല്ലേ? യെസ്, നമ്മൾ വീട്ടിലെത്തി. ഫ്യൂച്ചർ മീൻസ് ഇനി വരുന്ന വീഡിയോസിൽ, അപ്കമിങ് വീഡിയോസ്. ഓക്കെ, ഫ്യൂച്ചർ ഞാൻ തിരുത്തി പോരെ. അങ്ങനെ നമ്മള് വീട്ടിലെത്തി. ഫുഡ് കഴിക്കണം. ഇന്നത്തെ ഡേ അതോടുകൂടി എൻഡ് ചെയ്യും. പിന്നെ നാളെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പൊ ഒന്നുകിൽ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്ത്, അല്ലെങ്കിൽ നാളത്തെ ഇതുകൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, 3 പേരും കിച്ചൺ ഡ്യൂട്ടിയിലാണ്. പുറത്തുനിന്ന് ബംഗാളിനെ ഇറക്കി തന്നെ പച്ച ടീഷർട്ട് ഇട്ട് വന്നേക്കാം. ഇനി 12 ചപ്പാത്തിയും കൂടി ഉണ്ട്. എന്താ ഒരു പ്രിസിഷൻ മിസ്റ്റേക്ക്. അതെന്തോ ചപ്പാത്തിന്റെ കൂട്ടിലെന്തോ വ്യത്യാസം. പിന്നെ അവിടെ ഇരുന്ന് മാങ്ങയൊക്കെ കഴിച്ച് കാലിയാക്കി. പിന്നെ അവിടെ നമുക്ക് പപ്പായ ഉണ്ടായിരുന്നു, പിന്നെ ചപ്പാത്തിയും ചിക്കൻ കുറുമക്കറിയും, അങ്ങനെ അതും ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിന്നറായിരുന്നു. പിന്നെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു. പിന്നെ മൈത്രേന്റെ മെയിൻ ആളാണ് അവിടുത്തെ അച്ഛൻ, അപ്പൊ ഭാഗ്യയുടെ ഫാദർ. അപ്പൊ പിന്നെ അത് കുറച്ചേരം കണ്ടോണ്ടിരുന്ന് പിന്നെ എല്ലാരും ഫുഡ് കഴിക്കാനിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എല്ലാരും ഫില്ലായതിനു ശേഷം പിന്നെ നമ്മള് നേരെ കിടക്കാനായിട്ട് പോയി. ഓക്കേ, അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ, അതായത് ഇന്നത്തെ നമ്മുടെ പ്രയാണം. സത്യം പറ, അങ്ങനെയാണോ പറയാനല്ലേ? ഓരോ ദിവസവും ഓരോ പ്രയാണം. ഓരോ വീക്കെൻഡിലും നമ്മളിന്ന് തുടങ്ങിയിട്ടില്ലല്ലോ ലൈഫ്. എക്സാം, പിന്നെ വിരുന്ന് പോവല്, അച്ഛനമ്മേന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്.
അങ്ങനെ നമ്മുടെ ഈ ഒരു കൊച്ചു വീക്കെൻഡ് വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. മേ ബി നാളത്തെ ദിവസം നമുക്ക് വ്ളോഗ് എടുക്കാൻ പറ്റുവാണ്. ഒരു കോണ്ടന്റ് നിങ്ങൾക്ക് എത്തിച്ചു തരേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ മറ്റുള്ളവർക്ക് കൂടെ ഈ കുഞ്ഞു വ്ളോഗ് ചാനൽ അയച്ചു കൊടുക്കുക, എല്ലാവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും. Till then, take care. Bye.